죄송합니다. മലയാളം ഒരു മിനിറ്റ് 다시 한번 말씀해 주시면 정확히 도와드리겠습니다. ഒരു മിനിറ്റ് ഇവിടെ മലയാളം മാത്രം സംസാരിച്ചാൽ മതി, വേറെ ഭാഷയൊന്നും സംസാരിക്കണ്ട. ക്ഷമിക്കണം, മലയാളത്തിൽ മാത്രം സംസാരിക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. അത് തെറ്റിപ്പോയി. ഇനി മുതൽ മലയാളം മാത്രം ഉപയോഗിക്കാം. എന്ത് സഹായമാണ് വേണ്ടത്? ഞാൻ പത്തനംതിട്ട വരെ പോവാ. ഒരു മിനിറ്റ്. ശരി, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴാണ് പോകേണ്ടതെന്ന് നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ പറയാം. ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പൂങ്കാവായി. ശരി, നിങ്ങൾ ഇപ്പോൾ പോകാൻ തയ്യാറാണെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വഴികൾ കാണിച്ചു തരാം. ഇപ്പൊ പൂങ്കാവ് നിൽക്കുവല്ലേ, ഇവിടുന്ന് എളുപ്പം പോകാൻ ഏത് വഴി കയറി പോണം? നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വ്യക്തമാക്കാമോ? എങ്കിലേ ഏറ്റവും എളുപ്പമുള്ള വഴി പറഞ്ഞു തരാൻ സാധിക്കൂ. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്? പൂങ്കാവിലല്ലേ. അപ്പൊ ഇവിടുന്ന് പത്തനംതിട്ട വരെ പോകാൻ ഏറ്റവും എളുപ്പ വഴി ഏതാ? നിങ്ങളിപ്പോൾ പ്രമാടം മല്ലശ്ശേരി പത്തനംതിട്ടയിലുള്ള ചരിവുതലയിൽ വീട്ടിലാണ്. അവിടെ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴികൾ കാണിച്ചു തരാൻ നിങ്ങൾ യാത്ര ചെയ്യുന്നത് കാറിലാണോ അതോ പൊതുഗതാഗതത്തിലാണോ എന്ന് പറയാമോ? ഒരു കാര്യം ചെയ്യാം, ഞാനാണെങ്കിൽ ഇവിടുത്തെ വീഡിയോ കാണിച്ചു തരാം. തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാവുന്നതാണ്. നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ഷെയർ ചെയ്യൂ, ഞാൻ കാണാൻ തയ്യാറാണ്. അത് എടുക്കണ്ടല്ലോ. You see the Federal Bank building up ahead on your right, along with various shops lining the road. മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇംഗ്ലീഷിന്റെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ. ഇത് കേരളമാ, ഇവിടെ മലയാളികളാ ഉള്ളത്, ഇവിടെ ഇംഗ്ലീഷുകാരൊന്നും അല്ല. ഇംഗ്ലീഷ് ഉപയോഗിക്കില്ല. ഈ ചിത്രത്തിൽ വലതുഭാഗത്ത് ഫെഡറൽ ബാങ്ക് കെട്ടിടവും ഇടതുവശത്ത് ഫാമിലി ക്ലിനിക് എന്നും എഴുതിയ ഒരു കടയും കാണാം. ഒരു ചുവന്ന കാറും അതിന്റെ ഇടയിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങളും ഇവിടെ കാണാം. ഇവിടെ ഒരാളാണെങ്കിൽ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ പത്തനംതിട്ടയിലേക്ക് തിരിയാനുള്ള ഒരു ബോർഡ് കാണാം. അവിടെ നിന്ന് പത്തനംതിട്ടയിലേക്ക് വലതുവശത്തേക്കാണ് പോകേണ്ടത്. അതൊക്കെ എനിക്കറിയാം, വലത്തോട്ട്. നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വലതുവശത്തായി കുലാമൂട്ടിൽ ഫിനാൻസിയേഴ്സ് ലിമിറ്റഡ് എന്ന ബോർഡ് കാണാം. നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വീണ്ടും വ്യക്തമാക്കാമോ? ഞാൻ ഒരു കോഴിയെ മേടിക്കണം, കോഴിക്കടയിലോട്ടാ പോണ്ടി. ഇത്ര നേരം അതിനെ പറ്റിയില്ലേ പറഞ്ഞോണ്ട്. ക്ഷമിക്കണം, കോഴിക്കടയെ കുറിച്ചാണെന്ന് മനസ്സിലാക്കാൻ വൈകി. ഏറ്റവും അടുത്തുള്ള കോഴിക്കട ചിപ്പൂസ് ചിക്കൻ സെന്റർ ആണ്. അതിപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2.1 കിലോമീറ്റർ അകലെയാണ്. അങ്ങോട്ട് പോണോ? എന്റെ പൊന്നോ, ഞാൻ പത്തനംതിട്ടയ്ക്ക് പോകുന്ന കാര്യമല്ല ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ പത്തനംതിട്ടയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇടതുവശത്തായി കാണുന്ന പച്ച ബോർഡിൽ പത്തനംതിട്ട എന്ന് കാണാം. അതിനാൽ ഈ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുക. നല്ല വളവ്. ഇവിടെ ഒരു നല്ല ബൈക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്. അതെ, M2 ഗാരേജ് എന്ന പേരുള്ള ഒരു ഇരുചക്രവാഹന വർക്ക്ഷോപ്പ് ഇടതുവശത്തായി കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും റിപ്പയർ ചെയ്യാനാണോ നോക്കുന്നത് അതോ നമ്മൾ കോഴിക്കടയിലേക്ക് തന്നെയാണോ മുന്നോട്ട് പോകേണ്ടത്? കോഴിക്കടയൊക്കെ വിട്ടില്ലേ ഇതുവരെ, പത്തനംതിട്ടയ്ക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം, നിങ്ങളിപ്പോഴും കോഴിക്കടയ്ക്കായി തെരഞ്ഞു മുന്നോട്ട് പോവുകയാണെന്ന് അറിയാം. നമുക്ക് ഏറ്റവും അടുത്തുള്ളത് ചിപ്പൂസ് ചിക്കൻ സെന്റർ ആണ്. എന്റെ പൊന്നോ, നിർത്ത്. ഞാൻ പത്തനംതിട്ടയ്ക്കാ. കോഴിയെ ഞാൻ മേടിക്കുന്നില്ല. കോഴിയെ മേടിക്കുമ്പോ ഞാൻ പറയാം. തൽക്കാലം കോഴിയെ വിട്ടേക്ക്. കോഴിയെ ഞാൻ മേടിക്കുന്നില്ല. ശരി, കോഴിയെ കുറിച്ചുള്ള വിഷയം ഇപ്പോൾ തൽക്കാലം നിർത്താം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയണമോ അതോ നമ്മൾ മുന്നോട്ട് യാത്ര തുടരണോ? ഇവിടെ പഞ്ചർ കട വല്ലതും ഉണ്ടോ അടുത്ത്? പഞ്ചർ കടയോ കാറ്റടിക്കുന്നോ വല്ലതും? വണ്ടിക്ക് കാറ്റടിക്കണമായിരുന്നു. ഏറെ കുറവാ. അതെ, വലതുവശത്തായി വിഷ്ണു ടയർ വർക്ക് എന്ന പേരിൽ ഒരു കടയുണ്ട്. അവിടെ വണ്ടിക്ക് കാറ്റടിപ്പിക്കാം. അങ്ങോട്ട് പോണോ? ആണോ? എവിടായിരുന്നു? കണ്ടില്ലല്ലോ.
ഇന്ത്യ കാറ്റടിക്കുന്ന കട എവിടായിരുന്നു? ഒരു പയ്യനാണെങ്കിൽ സൈക്കിൾ ഓടിച്ചോണ്ട് പോവുക. അതെ, ഒരാൾ സൈക്കിളിൽ പോകുന്നത് കാണാം. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഈ വഴിയിൽ. നമ്മൾ യാത്ര എങ്ങോട്ടാണ് തുടരേണ്ടത്? നമ്മള് പത്തനംതിട്ടയ്ക്കാ പോകുന്നത്. ട്രാഫിക് അല്ലേ, അതുകൊണ്ട് പതുക്കെ പോകുന്നതായിരിക്കും നല്ലത്. ഭയങ്കര വളവല്ലേ. വളവുകളും കയറ്റിറക്കങ്ങളും ഉള്ള വഴിയായതുകൊണ്ട് പ്രത്യേകിച്ച് ട്രാഫിക് ഉള്ള സമയങ്ങളിൽ വളരെ ശ്രദ്ധിച്ചു വേണം വണ്ടി ഓടിക്കാൻ. വേഗത കുറച്ച് റോഡിലെ മറ്റു വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ് സുരക്ഷിതം. അതെ നല്ല വളവ്. ഇവിടെ ഒരു ബേക്കറി ഉണ്ട് തൊട്ടടുത്ത്. വെള്ളം കുടിച്ചാ കൊള്ളായിരുന്നു. അതെ, ഇടതുവശത്തായി SKB സ്റ്റോഴ്സ് കാണുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് വെള്ളമോ മറ്റ് ലഘുഭക്ഷണങ്ങളോ വാങ്ങാം. നമ്മൾ യാത്ര എങ്ങോട്ടാണ് തുടരേണ്ടത്? റോഡ് കയറ്റി ഒരു വണ്ടി ഇട്ടേ, ഇത് കണ്ടോ? ഇനി ഞാൻ എങ്ങനെ വണ്ടി കൊണ്ടുപോകും? ആ വണ്ടി ആണെങ്കിൽ പാർക്ക് ചെയ്തേക്ക്. റോഡിന്റെ വലതുവശത്ത് ഒരു കറുത്ത SUV നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. വളവിലുള്ളത് കൊണ്ട് ഇതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ചു വേണം കടന്നു പോകുവാൻ. നമുക്ക് മുന്നോട്ട് യാത്ര തുടരാമോ? അത് അവരോട് പോയി പറഞ്ഞാലോ ഇനി ഇങ്ങനെ ഇടാൻ പാടില്ലെന്ന്. വണ്ടി അങ്ങനെ വളവിൽ നിർത്തിയിടുന്നത് അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരോട് അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. ഇനി നമ്മൾ യാത്ര എങ്ങോട്ടാണ് തുടരേണ്ടത്? എന്നാ പിന്നെ ഞാൻ പോയിട്ട് അത് പോയി പറഞ്ഞിട്ട് വരാം. നിങ്ങളിപ്പോൾ പത്തനംതിട്ടയിലേക്കുള്ള യാത്രയിലാണ്. വഴിയരികിൽ മെഡ്കോൺ TMT കട്ടികളുടെ പരസ്യം കാണാം. നമ്മൾ യാത്ര എങ്ങോട്ടാണ് തുടരേണ്ടത്? അമ്പലത്തിന്റെ വഞ്ചി ഇരിപ്പുണ്ട് ഇപ്പുറത്ത്. അതെ, വലതുവശത്തായി ഒരു വാഹനം നിർത്തിയിരിക്കുന്നത് കാണാം. വളവിലുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ. നമുക്ക് യാത്ര എങ്ങോട്ടാണ് തുടരേണ്ടത്? നമ്മള് പത്തനംതിട്ടയ്ക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഏതെങ്കിലും അമ്പലത്തിന്റെ ഒരു വഞ്ചി ഇരിപ്പുണ്ട്.